ഈ വിഷുവിന് മുൻപ് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു സർവൈശ്വര്യം വന്നു ചേരും. ദൈവത്തെ അല്ലെങ്കിൽ ഭാഗ്യത്തെ അറിയുന്നവനാണ് ദൈവജ്ഞൻ. ഈശ്വരാധീനമുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫലം പ്രവചിക്കാനും അത് സത്യസന്ധമാകാനുള്ള സാധ്യതയും ഉള്ളൂ. ഈ നക്ഷത്ര ജാതകർക്ക് ചക്രവർത്തി യോഗം ആരംഭിക്കുകയാണ്. ഈ വിഷുവിന് മുൻപ് തന്നെ ആ ഫലം ഇവർക്ക് കിട്ടുകയും ചെയ്യും. ലഗ്നാധിപൻ ബലവാനായി കേന്ദ്രത്തിൽ നിന്നാലും ബന്ധുഗ്രഹങ്ങളാൽ നോക്കപ്പെട്ടാലും ചക്രവർത്തി യോഗം എന്നാണ് കണക്ക്. ആദിത്യൻ മേടത്തിലും ഗുരുവും ചന്ദ്രനും കർക്കിടകത്തിലും തുലാത്തിൽ ശനിയും മകരത്തിൽ കുജനും നിൽക്കുമ്പോൾ അങ്ങനെ ജനിച്ചവൻ രാജയോഗത്താൽ ജീവിക്കുമെന്നാണ്. ചില നക്ഷത്ര ജാതകർക്ക് വലിയൊരു യോഗം വന്നു ചേരാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ചക്രവർത്തി യോഗം തന്നെയാണ്. ഈ വിഷുവിന് മുൻപ് ഈ നക്ഷത്ര ജാതകർക്ക് സർവൈശ്വര്യവും വന്നു ചേരും. ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും അകന്ന് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. 7 നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഉയർച്ചയുടെ സമയമാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. എത്ര പരാജയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും കുതിച്ചുയരുന്ന സമയമാണ്. ചക്രവർത്തി യോഗത്തിന് അങ്ങനെയൊരു ഗുണാനുഭവം ഉണ്ട്. ഈ ഫലപ്രവചനം സത്യസന്ധമായിരിക്കും. ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു വിജയം വന്നു ചേരും. ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ 7 നക്ഷത്ര ജാതകർക്കും വന്നു ചേരും. ഇവർ ക്ഷേത്രദർശനം നടത്തണം, എളിയ പരിഹാരങ്ങൾ ചെയ്യണം. നല്ല ഫലം ഇവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഫലങ്ങൾ ഇവർക്ക് ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എല്ലാ മാസവും മലയാള മാസം പിറക്കുന്ന അന്ന് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. മലയാള മാസം പിറക്കുന്ന അന്ന്, അതായത് 1-ാം തീയതി അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് അർച്ചന നടത്തുക. ഇത് 12 മാസക്കാലം ചെയ്യണം. ഈ 7 നക്ഷത്ര ജാതകരും 12 മാസക്കാലം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ അർച്ചന നടത്തുക. അതും മലയാള മാസം 1-ാം തീയതി. വലിയൊരു വിജയം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന കാര്യമൊക്കെ വിട്ടേക്കുക. ഇനി സർവൈശ്വര്യമാണ്. ലഗ്നാധിപൻ ബലവാനായി കേന്ദ്രത്തിൽ നിന്നാലും ബന്ധുഗ്രഹങ്ങളാൽ നോക്കപ്പെട്ടാലും ചക്രവർത്തി യോഗം എന്നാണ് കണക്ക്. നിങ്ങൾക്കിപ്പോൾ ചക്രവർത്തി യോഗം തന്നെയാണ്. ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. പരിഹസിച്ചവരും പുച്ഛിച്ചവരുമൊക്കെ നാവടക്കി നിൽക്കുന്ന സമയമാണ്. ഇനി നിങ്ങളുടെ കാലമാണ്, നിങ്ങളുടെ ഉയർച്ചയുടെ കാലഘട്ടമാണ്. ആ നക്ഷത്ര ജാതകരെ, ആ 7 നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിണിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും പ്രാർത്ഥന നടത്തും. നാളെ വെള്ളിയാഴ്ചയാണ്. പ്രത്യേക പൂജയുണ്ടായിരിക്കും, ഗണപതി ഹോമവും ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗണപതി ഹോമം നടത്തേണ്ടവർ ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് എഴുതിയേക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം മുത്താരമ്മയുടെ അനുഗ്രഹം കൊണ്ട് നടന്നിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. രാജകീയ പദവിയിലെത്തുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആദ്യത്തെ ഭാഗ്യശാലിയായ നക്ഷത്രം കാർത്തിക നക്ഷത്രം തന്നെയാണ്. കാർത്തികയുടെ ഉയർച്ചയുടെ കാലഘട്ടമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാൻ കാർത്തികയ്ക്ക് ഇനി കഴിയും. കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിൽ എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കാർത്തികയെന്ന് കാർത്തികക്കാർക്കേ അറിയുകയുള്ളൂ. കാർത്തിക ഇപ്പോൾ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രശ്നങ്ങളുടെ നടുവിൽ തന്നെയാണ്. അത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും. എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. സർവൈശ്വര്യമാണ്. തടസ്സങ്ങളൊക്കെ മാറാൻ പോവുകയാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടം വന്നു ചേരാൻ പോകുന്നു. കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോകുന്നു. ദാരിദ്ര്യം ശമിക്കുന്നു. ദാരിദ്ര്യം ശമിക്കുന്നതിനോടൊപ്പം അലസത മാറുന്നു. നിങ്ങൾ വലിയ രീതിയിൽ രക്ഷപ്പെടുന്ന സമയം. കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ക്ഷേത്ര ദർശനം വേണമെന്ന്. ഈ എളിയ പരിഹാരമാകും നിങ്ങളെ വലിയ നിലയിൽ കൊണ്ടെത്തിക്കുക. നല്ല ഫലം കിട്ടും, ഞെട്ടുന്ന രീതിയിലുള്ള ഫലം കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ മലയാള മാസം 1-ാം തീയതി പേരും നക്ഷത്രവും പറഞ്ഞ് അർച്ചന ചെയ്യുക. 12 മാസക്കാലം ഇത് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. കാർത്തികയ്ക്ക് വസ്തു വാങ്ങുവാൻ സാധിക്കും. കാർത്തികയ്ക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. കാർത്തിക എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെ കാർത്തികയ്ക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് സാധ്യമാകും. ദുരിതങ്ങൾ നീങ്ങി ഐശ്വര്യം കൈവരുന്ന സമയം. പ്രശ്നങ്ങൾ അവസാനിച്ച് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയം. കാർത്തിക നക്ഷത്ര ജാതകർ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ഭാഗ്യമായിരിക്കും, ഉയർച്ചയിലേക്കായിരിക്കും നിങ്ങൾ എത്തുക. സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. അടുത്ത നക്ഷത്രം പുണർദമാണ്. ദുർഗാമന്ത്രം കേൾക്കുക, ദുർഗാമന്ത്രം ജപിക്കുക. രോഗശാന്തിക്ക് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഒരുപാട് വലയുന്ന ഒരു നക്ഷത്രമാണ്. കൈവേദന, കാലുവേദന, തലവേദന എന്ന് വേണ്ട ശരീരത്തിലില്ലാത്ത വേദനകളൊന്നുമില്ല പുണർദം നക്ഷത്ര ജാതകർക്ക്. അത്രയധികം അനുഭവിക്കുന്നുണ്ടോ? ഇതിലാരെങ്കിലും ഈ പുണർദം നക്ഷത്ര ജാതകർ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് കൈ ഉയർത്തിയേക്കുക. ശരിയാണോ തെറ്റാണോ എന്ന്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദുർഗാ മന്ത്രം കേൾക്കുക, ജപിക്കുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. പുണർദത്തിനിത് നല്ല സമയം തന്നെയാണ്. ആശ്വാസത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയം. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. പുണർദം ഭാഗ്യമാണ്, പുണർദം ഐശ്വര്യമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്കെത്തും. ചക്രവർത്തി യോഗമാണ് കാത്തിരിക്കുന്നത് എന്ന ഓർമ്മ വേണം. അടുത്ത നക്ഷത്രം മഖമാണ്. മഖത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ശത്രുനാശം സംഭവിക്കണം. ശത്രുവിനെ കൊണ്ടുള്ള ഉപദ്രവം മാറിക്കിട്ടണം. അതിനെന്താണ് ചെയ്യേണ്ടത്? നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശത്രുനാശത്തിന് നരസിംഹ മന്ത്രം ജപിക്കുക, കേൾക്കുക. മകനക്ഷത്ര ജാതകർ അങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അവസരങ്ങൾ വന്നു നിറയണം. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകണം. ആശിച്ചതൊക്കെ നിറവേറണം. നിങ്ങളെക്കൊണ്ടതിന് സാധ്യമാകും. ഈ വിഷുവിന് മുമ്പ് തന്നെ ഒരുപാട് സർവൈശ്വര്യം നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതം മാറും. രക്ഷപ്പെടുക തന്നെ ചെയ്യും. എല്ലാ മാസവും 1-ാം തീയതി ഗണപതി ക്ഷേത്രത്തിൽ അർച്ചന നടത്തുക. 12 മാസക്കാലം ഇത് തുടരുക. അത് തന്നെയാവും ഏറ്റവും വലിയ നേട്ടവും ഭാഗ്യവും നിങ്ങളിൽ എത്തിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിരയുടെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. തിരുവാതിര മനസ്സിൽ പ്ലാനിട്ട കാര്യങ്ങളൊക്കെ നേടാൻ പോവുകയാണ്. ഏറ്റവും നല്ല സമയം. ഗൃഹത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുന്ന സമയം. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന സമയം. ക്ഷേത്ര ദർശനം വേണം. കുടുംബക്ഷേത്രത്തിൽ വഴിപാട് മുടക്കരുത്. കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക തിരുവാതിര നക്ഷത്ര ജാതകർ. ധനസമൃദ്ധി വന്നു ചേരും. അഭിഷ്ടസിദ്ധി, ധനസമൃദ്ധി ഇതൊക്കെ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. രോഗശമനം വന്നു ചേരും. മൃതസഞ്ജീവിനി മന്ത്രം ജപിക്കുക. ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി തിരുവാതിര നക്ഷത്ര ജാതകരുടെ നല്ല സമയത്തിലേക്ക് കടക്കുകയാണ്. ഈ വിഷുവിന് മുമ്പ് തന്നെ ഇവർക്ക് ഭാഗ്യം തുണയ്ക്കും. ജീവിതം രക്ഷപ്പെടും. ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. തിരുവാതിര നക്ഷത്ര ജാതകർ ഒരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്ന കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം ചതയമാണ്. ഭാഗ്യമാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. മഹാവിഷ്ണു മന്ത്രം കേൾക്കുക. യൂട്യൂബിലൊക്കെ ഉണ്ട്, ധാരാളം കേൾക്കുക. മഹാവിഷ്ണു മന്ത്രം എന്നടിച്ചു കൊടുത്താൽ മതി. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും
ഒക്കെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക. ഈ വിഷു നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യം തരുന്ന സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങളെ വഴിയൊരുക്കുന്ന സമയം തന്നെയാണ്. ഇനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തും. ശാശ്വതമായ ഒരു സുഖം, ധനാഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ധാരാളം ധനം വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ചതയം നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ശത്രുദോഷങ്ങളൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ബഹളാമുഖി അർച്ചനയൊക്കെ നടത്തുക. അതൊക്കെ ഭാഗ്യത്തിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം മകയിരമാണ്. ധനസമൃദ്ധിയാണ് ഞാൻ ഫലമായി കാണുന്നത്. ഈ വിഷുവിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ധന അഭിവൃദ്ധി വന്നു ചേരും. സർവൈശ്വര്യം വന്നു ചേരും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. ക്ഷുദ്രദോഷങ്ങളൊക്കെ മാറണം. അതിന് വനദുർഗാ മന്ത്രം ജപിക്കുക. വനദുർഗാ മന്ത്രം ജപിക്കുക. എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഒക്കെ നിങ്ങളെത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഐശ്വര്യസിദ്ധിയാണ്. എല്ലാ രീതിയിലും ഉയർച്ചയിലേക്ക് നിങ്ങളെത്തും. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. കൂവളമാല ചാർത്തി പ്രാർത്ഥിക്കുക. ശിവസായുജ്യത്തിനായി കൂവളമാല ശിവഭഗവാന് ചാർത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. മകയിര നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും ഉയർച്ചയാണ്. എല്ലാ രീതിയിലും ഭാഗ്യമാണ്. നല്ല സന്തതികൾ ഉണ്ടാകും. രാജകീയ പദവി നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ്. അത്രയേറെ ഭാഗ്യമാണ് മകയിര നക്ഷത്ര ജാതകർക്ക്. എല്ലാ മാസവും ഗണപതി ക്ഷേത്രത്തിൽ പോകുക. മലയാള മാസം 1-ാം തീയതി കയറണേ. ഐശ്വര്യസിദ്ധിയാണേ. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറണേ. പ്രാർത്ഥിക്കണേ. അങ്ങനെ നിങ്ങളുടെ ജീവിതം മാറും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടത്തിന് കഴിഞ്ഞ കുറേ നാളുകളായി പലവിധ വിഷമതകൾ തന്നെയാണ്. ഒരു ജോലിക്കൊക്കെ ശ്രമിച്ച് കിട്ടാതിരിക്കുന്ന പൂരാട നക്ഷത്ര ജാതകർ ഒരുപാടുണ്ട്. അലസത, മടിയൊക്കെ മാറ്റിവെക്കുക. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകലും. ആയുരാരോഗ്യ വർധനവ് കാണുന്നുണ്ട്. ശത്രുദോഷ ശമനം കാണുന്നുണ്ട്. അഭിഷ്ടസിദ്ധിയൊക്കെ സാധിക്കുന്ന സമയമാണ്. ശരീരക്ലേശ നിവാരണത്തിനായി ക്ഷേത്ര ദർശനം നടത്തുക. ദേഹപുഷ്പാഞ്ജലി നടത്തുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും. മംഗല്യസിദ്ധി ഫലമായി കാണുന്നുണ്ട്. വിവാഹ മുടക്കമൊക്കെ നടന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ്. സർവൈശ്വര്യമാണ്. ഭാഗ്യലബ്ധിയുടെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. കലഹങ്ങളൊക്കെ ഉണ്ടായവർക്ക് കലഹങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. ഈ വിഷുവിന് മുമ്പ് തന്നെ അതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങാം. തീർച്ചയായും വലിയൊരു മാറ്റം, വലിയൊരു ഭാഗ്യാനുഭവം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇത് അച്ചട്ടായിരിക്കും. യാതൊരു സംശയവും വേണ്ട. ഇത് എഴുതി വെച്ചോളൂ. നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുത്ത് ഇപ്പോഴേ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, അത്രയധികം നേട്ടത്തിലേക്ക്, അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. വിഷുവിന് മുൻപ് തന്നെ ഈ ഫലം സത്യമായി തീരും. ദൈവത്തെ അല്ലെങ്കിൽ ഭാഗ്യത്തെ അറിയുന്നവനാണ് ദൈവജ്ഞൻ. ഈശ്വരാധീനമുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫലം പ്രവചിക്കാനും അത് സത്യസന്ധമാക്കുവാനുമുള്ള സാധ്യതയുള്ളൂ. ഇവിടെയല്ലെങ്കിൽ മറ്റൊരിടത്ത് നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി അറിയുവാൻ സാധിക്കും. ഇതച്ചട്ടായിരിക്കും. ഗൃഹസ്ഥിതി പരിശോധിക്കണം. പറഞ്ഞ വഴിപാടുകൾ മുടക്കരുത്. ഇവിടെയല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു ജ്യോതിഷനെ കാണുക. ഈ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ മുക്തി നേടുവാൻ നിങ്ങൾക്ക് ഇനി സാധ്യമാകും. അതും ഈ വിഷുവിന് മുമ്പ് തന്നെ. ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമം നടത്തുക. ജീവിതത്തിൽ വിജയിക്കാനുള്ള വലിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. ഉയർച്ചയിൽ നിങ്ങളെത്തും. വലിയ പദവികൾ നിങ്ങൾ അലങ്കരിക്കും. ഭാഗ്യമായിരിക്കും, നേട്ടമായിരിക്കും, സർവൈശ്വര്യമായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റുള്ളവരിലേക്ക്
ഇതൊന്ന് ഷെയർ ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും. നന്ദി, നമസ്കാരം.